അട്ടപ്പാടിയിലെ സൈലന്റ് വാലി ഉന്നതികളിൽ സോളാർ കാറ്റാടി നിലയം സ്ഥാപിച്ചതിലെ അഴിമതി അന്വേഷിക്കണമെന്ന് കെഎസ്ഇബി പെൻഷനേഴ്സ് കൂട്ടായ്മ. പെൻഷനേഴ്സ് കൂട്ടായ്മ ചിറ്റൂർ ഡിവിഷൻ 5-ാം വാർഷിക സമ്മേളനം നടത്തി. സൈലന്റ് വാലി അഗളി മേഖലകളിൽ സോളാർ കാറ്റാടി നിലയങ്ങൾ സ്ഥാപിച്ചതിൽ വലിയ അഴിമതി നടന്നിരിക്കുകയാണ്. വയനാട് 2 ലക്ഷം രൂപയ്ക്ക് സ്ഥാപിച്ച അതേ നിലയം അഗളിയിൽ 5 ലക്ഷത്തോളം തുക ചെലവഴിച്ചത് വൻ അഴിമതിയാണ്. അതന്വേഷിച്ച് കുറ്റക്കാരെ ശിക്ഷിക്കണമെന്നും കെഎസ്ഇബി പെൻഷൻകാർക്ക് ആരോഗ്യ ഇൻഷുറൻസ് ഏർപ്പെടുത്തണമെന്നും കെഎസ്ഇബി പെൻഷനേഴ്സ് കൂട്ടായ്മ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആർ സ്വാമിനാഥൻ ആവശ്യപ്പെട്ടു. യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വയനാട് അട്ടപ്പാടി മേഖലകളിലെ ഉന്നതികളിൽ 77 വർഷമായിട്ടും വൈദ്യുതി എത്തിയിട്ടില്ല. അവിടങ്ങളിലൊക്കെ തന്നെ സോളാർ കാറ്റാടി വൈദ്യുതി നിലയങ്ങൾ സ്ഥാപിച്ച വിഷയത്തിൽ വലിയ അഴിമതി ഉണ്ടെന്ന് ആരാ പറയുന്നത്? ആ പരിപാടി നടന്ന കാലഘട്ടത്തിലെ വൈദ്യുതി മന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ കൃഷ്ണൻകുട്ടി സാറാണ് പറയുന്നത്. അത് അന്വേഷിക്കണം എന്നാണ് ഈ സമ്മേളനം ആവശ്യപ്പെടുന്നത്. തികച്ചും അതിൽ അഴിമതി നടത്തിയിരിക്കുന്നു. കാരണം 2 ലക്ഷം രൂപയ്ക്ക് വയനാട് നടത്തിയ അതേ പ്രോജക്റ്റ് അട്ടപ്പാടിയിൽ ഒന്ന് നടത്തുമ്പോൾ 5 ലക്ഷം രൂപ ചെലവായി. വൻ അഴിമതിയുണ്ട് എന്ന് നമ്മളാരുമല്ല പറയുന്നത്, ബഹുമാനപ്പെട്ട കൃഷ്ണൻകുട്ടി മിനിസ്റ്ററാണ്. അതുകൊണ്ട് ആ വിഷയം അന്വേഷിക്കണം എന്ന ഈ ഗവൺമെൻറ്റിനോട്, ഇപ്പോൾ നിലവിലുള്ള ഗവൺമെൻറ്റിനോട് നമ്മൾ ഈ സമ്മേളനം ആവശ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ വൈദ്യുതി മേഖലയിൽ പെൻഷൻ പറ്റി വാർദ്ധക്യകാലത്ത് നമ്മൾ കഴിയുന്ന നമ്മുടെ പെൻഷനറി ബെനിഫിറ്റുകളൊക്കെ തന്നെ കാലോചിതമായി പരിഷ്കരിക്കണം. 159 മാസത്തെ DR ക്ഷാമാശ്വാസ അരികൾ നമുക്ക് ലഭിക്കാനുണ്ട്, അത് തരണം. അതുപോലെ തന്നെ ഡ്യൂ ആയിട്ടുള്ള 2% DA ഉണ്ട്. അതുപോലെ പത്രങ്ങളൊക്കെ കാണുന്നുണ്ട്, ഓണത്തിൻ്റെ അനുബന്ധിച്ച് തരും, ഗവൺമെൻറ് തരും, അതോടനുബന്ധിച്ച് നമുക്ക് ലഭിക്കുമായിരിക്കും. എന്നാലും അതും അനുവദിക്കണം എന്ന കാര്യം നമ്മൾ ഈ സമ്മേളനം ആവശ്യപ്പെടുകയാണ്. ഡിവിഷൻ പ്രസിഡന്റ് സി ചന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് എസ് പരമേശ്വരൻ മുഖ്യപ്രഭാഷണം നടത്തി. ഡിവിഷൻ സെക്രട്ടറി MK ഗിരീഷ്, ഡിവിഷൻ നേതാക്കളായ K ഷൺമുഖൻ, R കൃഷ്ണകുമാർ, KK സുരേന്ദ്രൻ, V ഉണ്ണികൃഷ്ണൻ, R ബാലൻ, M സുഭാഷ് കുമാർ, C ഗുരുവായൂരപ്പൻ, C രാജഗോപാലൻ, KV ശിവദാസ്, K മോഹനൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഡിവിഷൻ ഭാരവാഹികളായി പ്രസിഡന്റ് C ചന്ദ്രൻ, സെക്രട്ടറി MK ഗിരീഷ്, ട്രഷറർ K ശെൽവകുമാർ എന്നിവരെ തിരഞ്ഞെടുത്തു. ശ്രീധരൻ യോഗത്തിന് നന്ദി പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.